ജേർണലിസ്റ്റിലേക്ക്. ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ ഭരണകൂടം ഭയാനകമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹമാസിന്റെ ഒരു അവകാശവാദം എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവരുടെ നേതാക്കളുടെ പ്രഖ്യാപനങ്ങളടക്കം വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഹമാസിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും വളരെയേറെയാണ് എന്ന് പ്രകടമാണ്. അത് വ്യക്തമായി പറയേണ്ടിയും വരും. കാരണം ഹമാസിനെ ഇപ്പോൾ തുടച്ചു നീക്കുമെന്നും ബന്ദികളെ മുഴുവൻ അധികം വൈകാതെ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിന് പോയ ഇസ്രായേലിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പല തട്ടുകളിലായാണ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളെ കണ്ടപ്പോൾ, അതിനുശേഷം വാർ ക്യാബിനറ്റിന്റെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഒക്കെ അദ്ദേഹം അന്നേ ദിവസം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, യുദ്ധത്തിന്റെ 3-ാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്, ഒരു പക്ഷേ 6 മാസത്തോളം ഇത് നീണ്ടു നിന്നേക്കാമെന്നാണ്. അപ്പോൾ അത്രയും കാലം ബന്ദികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നെതന്യാഹുവിനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ യുദ്ധം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണെന്ന് പറയുന്നു. പക്ഷെ എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി പഴയതുപോലെ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. മുമ്പായിരുന്നുവെങ്കിൽ ഗസ പിടിച്ചെടുക്കുക, ബന്ദികളെ വീണ്ടെടുക്കുക, ഹമാസിനെ തുടച്ചു നീക്കുക, കൃത്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 6 മാസത്തേക്കുള്ള 3-ാം ഘട്ടം ആരംഭിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ നെതന്യാഹു ഈ യുദ്ധത്തിന് വേണ്ടി രൂപീകരിച്ച വാർ ക്യാബിനറ്റിലെ ഒരംഗം ബെന്നി ഗാൻസ്, അദ്ദേഹം നെതന്യാഹുവിനേക്കാൾ കൂടുതൽ വംശവെറിയും തീവ്രതയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളയാളാണ്. അദ്ദേഹം മറ്റൊരു വേദിയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് പറഞ്ഞത്, ഈ യുദ്ധം ഈ തലമുറ മുഴുവൻ നീണ്ടു നിന്നേക്കുമെന്നാണ്. ചിലപ്പോൾ 1 വർഷം, അല്ലെങ്കിൽ 10 വർഷം, അല്ലെങ്കിൽ ഈ തലമുറ മുഴുവൻ ഞങ്ങൾ യുദ്ധം ചെയ്യും ഹമാസിനെതിരെ എന്നാണ് ബെന്നി ഗാൻസിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയായി പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ച് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് ബന്ദികളെ വിട്ടുകിട്ടാതായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവരുടെയൊക്കെ കിളി പറന്നുപോയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഞങ്ങൾ ഇപ്പോൾ തുടച്ചു നീക്കും ഹമാസിനെ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവർ ഇപ്പോൾ പറയുകയാണ്, ഒരു തലമുറ ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന്. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 1 വർഷം, അല്ലെങ്കിൽ 10 വർഷം, അല്ലെങ്കിൽ ഈ തലമുറ മുഴുവൻ യുദ്ധം നീണ്ടു നിൽക്കും. 10-60 കൊല്ലത്തേക്ക് യുദ്ധം ചെയ്യേ, അതും ഹമാസ് പോലെ 50,000-ൽ താഴെ മാത്രം, അതിൽ 10,000 പേരെ കൊന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 40,000 പേരെ കൊല്ലാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ, ഈ തുരങ്കങ്ങൾ വീണ്ടെടുക്കാനായിട്ട് ഒരു തലമുറ മുഴുവൻ സമയം. ബെന്നി ഗാൻസ് എന്ന വാർ മന്ത്രി പറയുന്നതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, ഇല്ലാത്തൊരു വൈരുദ്ധ്യമല്ലേ? ഇതാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചർച്ച നടക്കുന്നത്. ഇത്രയും സമയം ഇനിയും വേണം ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് ഹമാസിനെ തീർക്കാനെന്ന് പറയുമ്പോൾ, ഈ ഹമാസ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു ആയുസിന്റെ കാലയളവ് മുഴുവൻ, ഒരു തലമുറ മുഴുവൻ അത്രയും സമയം യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേൽ പറയുന്നത്? അതിന്റെ അർത്ഥം ഒന്നേയുള്ളൂ, ഹമാസിനെ ഒന്ന് തുടയ്ക്കാൻ പോയിട്ട് തൊടാൻ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ ഇസ്രായേലിനെ എന്ന് ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയാണ്. കൊന്നു തള്ളിയവരാരും ഹമാസിന്റെ ആരുമല്ലെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇസ്രായേൽ. അതിന്റെ പ്രതിഫലനമാണ് പല നേതാക്കളും പല സമയങ്ങളും പറഞ്ഞ് ഇങ്ങനെയിട്ട് ഉരുട്ടുന്നത്. യുദ്ധം പിൻവലിച്ചാൽ ഹമാസിനോട് തോറ്റ് നാണം കെട്ട് പേടിച്ച് ഭയന്ന് നാറി തിരിച്ചു പോവുകയാണെന്ന് ലോകത്തോടുള്ള സമ്മതമായി പോകുന്നത്. അതുകൊണ്ട് എങ്ങും തൊടാതെ അങ്ങും ഇങ്ങും കണക്ട് ചെയ്ത് ഇനിയും മാസങ്ങളോളം പോകണം, ഇനിയും വർഷങ്ങളോളം പോകണം. എന്താണ് ഇതുകൊണ്ട് നേട്ടമെന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. ഞങ്ങൾക്ക് കുറെ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? നെതന്യാഹുവിനെ പിടിച്ച് അകത്തിടാതിരിക്കാൻ, പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കാലം വേണം, സമയം വേണം. ആ സമയം വരെ കുറെ പാവങ്ങളുടെ നെഞ്ചത്ത് ബോംബിട്ട് കളിക്കണം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു ചരിത്രപരമായ പ്രഖ്യാപനമാണ് ബെന്നി ഗാൻസ് നടത്തിയത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് ഒരു ചർച്ചാ വിഷയം ഇതാണ്. എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇനി ഈ തലമുറ മുഴുവൻ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ ഹമാസിന്റെ പ്രതിരോധം, ഹമാസിന്റെ തിരിച്ചടി, അവരുടെ പ്രത്യാക്രമണം അത് കൃത്യമാണ്, ഷാർപ്പാണ്. അതിനെ അതിജീവിക്കാൻ ഇസ്രായേൽ എന്ന വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്നവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കഴിയാനുള്ള സാധ്യതയുമില്ല എന്നവർ തിരിച്ചറിയുന്നു. നാണം കെട്ട് നാറി തോറ്റു നിൽക്കുകയാണ് ഞങ്ങളെന്ന് പറയാതെ പറയുകയാണ് ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത്. എന്തായാലും യുദ്ധത്തിന് ഇറങ്ങി കുടുങ്ങിയ അവസ്ഥയിൽ ഇസ്രായേൽ നിൽക്കുമ്പോൾ ആരും അവരുടെ സഹായത്തിനില്ല, ആരും സഹായിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയുമില്ല എന്ന് ഇസ്രായേൽ വിധി എഴുതുന്നതിന്റെ ഭാഗമായാണ് ഇനിയും ഇത്രയും കാലം
തലമുറകളോളം യുദ്ധം, ഈ തലമുറ മുഴുവൻ വർഷങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് അവർ സമ്മതിക്കുന്നു. ഇതെന്തായാലും യുദ്ധത്തിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞിറങ്ങിയവർക്ക് എങ്ങും എത്താൻ കഴിയാതെ ഇതിന്റെ ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങി, പ്രത്യാക്രമണം ഏറ്റുവാങ്ങി ലോകത്തിന് മുന്നിൽ നാറി നിൽക്കുന്ന അവസ്ഥ അതിദയനീയം തന്നെ ഇസ്രായേലിന്റെ കാര്യമെന്ന് മാത്രമേ പറയാനുള്ളൂ.